ടെക് ലോകത്തെ വാർത്തകൾ. ഏറ്റവും കനം കുറഞ്ഞ ഐഫോണുമായി ആപ്പിൾ. ഡിസൈനിലും മാറ്റങ്ങൾ വരുത്തിയാണ് പുതിയ ഐഫോൺ എയർ കമ്പനി പുറത്തിറക്കിയത്. ഏറ്റവും കനം കുറഞ്ഞ ഐഫോണാണിത്. ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന ആപ്പിളിന്റെ അവതരണ പരിപാടിയിൽ നിരവധി പുതിയ ഉൽപ്പന്നങ്ങൾ കമ്പനി പുറത്തിറക്കി. ഒരു പുതിയ ഐഫോൺ എയർ മോഡലും പരിപാടിയിൽ കമ്പനി പുറത്തിറക്കി. വെറും 5.6 മില്ലിമീറ്ററാണ് ഫോണിന്റെ കനം. ടൈറ്റാനിയത്തിലാണ് ഫോണിന്റെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത്. 6.5 ഇഞ്ച് ഡിസ്പ്ലേ, A19 Pro ചിപ്സെറ്റ് എന്നിവയാണ് സവിശേഷതകൾ. 48 മെഗാ പിക്സൽ ക്യാമറ സിസ്റ്റം ഫോണിനുണ്ട്. 18 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയും പിന്നിൽ ഒരു ക്യാമറയുമുണ്ട്. ഇതുവരെ നിർമ്മിച്ചവയിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ ഐഫോണുകളുടെ ശ്രേണി ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തുന്നവയാണെന്ന് CEO ടിം കുക്ക് പറഞ്ഞു. ആപ്പിൾ 6.5 ഇഞ്ച് ഐഫോൺ എയർ പുറത്തിറക്കിയതോടെ മറ്റു നിരവധി ആൻഡ്രോയിഡ് ബ്രാൻഡുകളും അൾട്രാ തിൻ ഫോം ഫാക്ടർ ഫോണുകൾ പുറത്തിറക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് വസ്തുത. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പുതിയ മോഡലുകൾ പുറത്തിറക്കിയതിനു പിന്നാലെ ആപ്പിളിനെ പരിഹസിച്ച് സാംസങ്. കനം കുറഞ്ഞ ഫോണിന് പ്രസക്തി നഷ്ടപ്പെട്ടെന്ന് സാംസങ്. ഐഫോൺ എയർ ഉൾപ്പെടെ പുതിയ ഫോണുകൾ അവതരിപ്പിച്ചതിന് പിന്നാലെ ആപ്പിളിനെ കളിയാക്കി സാംസങ്ങിന്റെ എക്സ് പോസ്റ്റ്. ഇത് ഇപ്പോഴും പ്രാധാന്യമർഹിക്കുന്നു എന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല എന്നാണ് സാംസങ് പുതിയ പോസ്റ്റിൽ പറയുന്നത്. ഇത് മടക്കി കഴിഞ്ഞാൽ ഞങ്ങളെ അറിയിക്കുക എന്ന 2022 പോസ്റ്റ് ഷെയർ പങ്കുവച്ചുകൊണ്ടാണ് പുതിയ പോസ്റ്റ്. ഐഫോണിലെ 48 MB ട്രിപ്പിൾ ക്യാമറയും സാംസങ് കളിയാക്കി. 48 MB ഇപ്പോഴും 200 MBക്ക് തുല്യമല്ല എന്ന് സാംസങ് പറഞ്ഞു. ഹൈപ്പിനേക്കാളും മഹത്തരമാണ് യഥാർത്ഥ കണ്ടുപിടുത്തങ്ങളെന്നും സാംസങ് എഴുതി. ഒരേ സമയം എനിക്ക് വിശ്വസിക്കാനാവുന്നില്ലെന്നും ആപ്പിളിന് അത് കഴിയില്ലെന്നുമുള്ള അർത്ഥം അതിനുണ്ട്. ഏറ്റവും കനം കുറഞ്ഞ ഫോൺ പരീക്ഷണങ്ങൾ സാംസങ് ഉൾപ്പെടെയുള്ള ആൻഡ്രോയിഡ് നിർമ്മാതാക്കൾ വളരെ മുമ്പ് തന്നെ നടത്തിയതാണ്. 48 MB ക്യാമറയും കടന്ന് പല ആൻഡ്രോയിഡ് ഫോണുകളും 100 MBയും 200 MBയും എല്ലാം ക്യാമറകൾ വിന്യസിച്ചു തുടങ്ങി. ഈ സാഹചര്യത്തിലാണ് ആപ്പിൾ വലിയ ഹൈപ്പിൽ അവതരിപ്പിക്കുന്ന ഫീച്ചറുകളെ കളിയാക്കി സാംസങ് രംഗത്ത് വന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.